തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെയും ബി.ജെ.പി. പ്രവർത്തകന്റെയും മാനസിക പീഡനത്തെ തുടർന്ന് അഭിഭാഷകൻ ജീവനൊടുക്കി. വാമനപുരം സ്വദേശി വി.എസ്. അനിലാണ് തൂങ്ങി മരിച്ചത്. ബാർ അസോസിയേഷന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇരുവരുടെയും പേര് പറഞ്ഞ് ശബ്ദ സന്ദേശം അയച്ച ശേഷമായിരുന്നു ആത്മഹത്യ. വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വാമനപുരം അമ്പിളി ഹില്ലിൽ അഭിഭാഷകനായ വി.എസ്. അനിലാണ് ആത്മഹത്യ ചെയ്തത്. വീടിനോട് ചേർന്നുള്ള ഏറുമാടത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാർ അസോസിയേഷന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മരണക്കുറിപ്പും ശബ്ദ സന്ദേശവും അയച്ച ശേഷമാണ് ആത്മഹത്യ. യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ആർ. രോഹിത്തും സുഹൃത്തും ബി.ജെ.പി. പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് വിഷ്ണു വി.ആർ. നായരുമാണ് മരണത്തിന് കാരണമെന്ന് അനിൽ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. രക്ഷാർത്ഥത്തിൽ അവനവൻ്റെ കൂട്ടുകാരനും കൂടെ എന്നെ അവിടെ നിന്ന് പുകച്ച് പുറത്തിയടിക്കുകയാണ് ചെയ്തത്, പല കള്ളക്കളികളിലൂടെ. എന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. അടുത്തു ഇങ്ങനെ ഇത്രയും എന്നെ മാനസികമായിട്ട് ചതിക്കും എന്ന് ഞാൻ പറ്റുന്നില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ കംപ്ലീറ്റ് എന്നെ മാനം കെടുത്തി കളഞ്ഞൊരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ വിട്ട് പോവുകയാണ്. ടൂറിസം വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച ശേഷമാണ് അനിൽ LLBക്ക് ചേർന്നത്. ലോ അക്കാദമിയിൽ സഹപാഠികളായിരുന്നു രോഹിത്തും വിഷ്ണുവും. ചങ്ങാത്തം സ്ഥാപിച്ച് അനിലിനൊപ്പം കൂടിയ ഇരുവരും പലപ്പോഴും സാമ്പത്തികമായി ചൂഷണം ചെയ്തു. മക്കളെപ്പോലെയാണ് ഇരുവരെയും കരുതിയത് എന്നും അവർ തന്നെ ചതിച്ചുവെന്നും ശബ്ദ സന്ദേശത്തിൽ അനിൽ പറയുന്നു. നിങ്ങൾക്കറിയാലോ, സാജുനും വിനീതിനൊക്കെ അറിയാം. കഴിഞ്ഞ 2-3 വർഷമായിട്ട് കുറച്ച് നാളായിട്ട് അവനെ ഒരു മോനെ പോലെ ഞാനിങ്ങനെ കൊണ്ട് നടക്കുക. അവൻ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ അപ്പം സാധിച്ചു കൊടുക്കും. ആ രീതിയിലായിരുന്നു. എത്ര അതിന് ലക്ഷങ്ങളോ അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ലായിരുന്നു. പക്ഷേ അവൻ എന്നെ ഭയങ്കരമായിട്ട് ചതിച്ചു കളഞ്ഞു, മാനസികമായിട്ട് ചതിച്ചു. അവനും അവൻ്റെ കൂട്ടുകാരനും ഒരു പയ്യൻ ഇപ്പോൾ എപ്പോഴും അവൻ്റെ കൂടെ വരുമല്ലോ, കിളിമാനുള്ള ഒരു പയ്യൻ. എൻ്റെ എൻറോൾമെൻറ്റിന് അവൻ്റെ കൂട്ടുകാരെയും കൊണ്ടുപോകണം, അവരെ നല്ല റിസോർട്ടിൽ താമസിപ്പിക്കണമൊക്കെ എന്ന് പറഞ്ഞു ലക്ഷങ്ങൾ മുടക്കിയാണ് ഞാൻ കൊണ്ടുപോയി. പക്ഷേ എന്തോ പ്രശ്നമായി തിരിച്ചു വരുന്ന സമയത്ത് അവന്മാരെ കൂടെ എന്നെ ഒറ്റുകൊടുത്തു, പോലീസിന് ഒറ്റുകൊടുത്തു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രതിയായിട്ട് പോലീസിൻ്റെ കൂടെ പോയി ഹോസ്പിറ്റലിൽ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് എന്നും പറഞ്ഞ. ശനിയാഴ്ച രാത്രി അനിലിന്റെ വീട്ടിലെത്തിയ രോഹിത്തും വിഷ്ണുവും വളരെ മോശമായാണ് പെരുമാറിയത്. കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ ചീത്ത വിളിച്ചുവെന്നും ഇത് താങ്ങാവുന്നതിൽ അധികമാണെന്നും സന്ദേശത്തിലുണ്ട്. ഇരുവരുടെയും നിരന്തര മാനസിക പീഡനത്തെ തുടർന്നാണ് അനിൽ ജീവനൊടുക്കിയത്. കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെന്നും ശബ്ദ സന്ദേശമടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും വെഞ്ഞാറമൂട് പോലീസ് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.